ദക്ഷിണ ലേണിംഗ് സിവിൽ സർവീസ് അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് ഡെസ്കിലേക്ക് സ്വാഗതം. ലെറ്റ്സ് സി. സോ ഇന്നുള്ള ന്യൂസസ്: ഇറാൻ ടാർഗറ്റ്സ് കമേഴ്ഷ്യൽ ഷിപ്സ്, ഗ്ലോബൽ എനർജി കൺസേൺസ് മൗണ്ട്. നെക്സ്റ്റ് വൺ, അപെക്സ് കോർട്ട് upholds right to die for a man in vegetative state. Third one, a seismic decision. Fourth one, holding up half the sky on India's farmers. Okay, so നമുക്ക് ഓരോരോ ന്യൂസ് ആയിട്ട് നോക്കാം. So first news is Iran targets commercial ships, global energy concerns mount. ഇപ്പോഴത്തെ ഇറാന്റെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാജമാണിക്യം സിനിമയ്ക്കകത്ത് മനോജ് കെ ജോൻ പറയാറില്ലേ, നശിച്ചവനാണ് ഞാൻ, നശിപ്പിക്കും ഞാൻ. അതാണ് അവസ്ഥ. അതായത് ഇവര് ബൈലാറ്ററലായിട്ട് വന്നിരിക്കുന്ന ആ പ്രോബ്ലം അവരൊരു ഗ്ലോബൽ കൺസേൺ ആക്കി മാറ്റാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഹൗ ദേ ഡു ഇറ്റ്? ആ ഒരു ഭാഗത്ത് നടക്കുന്ന എല്ലാ ഷിപ്പിനെയും നാട്ടുകാരെയും മൊത്തം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഈ പറയുന്ന ഒരു ഷിപ്പ്, തായ് കാർഗോ ഷിപ്പിന്റെ മയൂരി നാരി എന്ന് പറയുന്ന ഒരു ഷിപ്പ്, ആ മയൂരി നാരി എന്ന് പറയുന്ന ഷിപ്പിനെ ഇവർ അറ്റാക്ക് ചെയ്തു. ഇതൊരു കൊമേഴ്ഷ്യൽ ഷിപ്പാണ്, ഇറ്റ്സ് നോട്ട് എ മിലിറ്ററി ഷിപ്പ്. ഓക്കെ, അത് ഇന്ത്യക്ക് വരുന്ന ഷിപ്പായിരുന്നു. ഇത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? പേർഷ്യൻ ഗൾഫിൽ. സോ ആസ് യു നോട്ടീസ്, ഈ ഒരു ദിവസങ്ങളായിട്ട് ആ ഒരു ഭാഗത്ത് പേർഷ്യൻ ഗൾഫ്, റെഡ് സീ അല്ലെങ്കിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമസ്, ആ ഒരു ഭാഗത്തായിട്ട് ഇൻഫർമേഷൻ, അതായത് ഇഷ്ടംപോലെ ന്യൂസസ് ആ ഒരു ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. സോ ആ ഒരു ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് UPSC ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇതിന്റെ ഈ ന്യൂസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം വി വിൽ ഡിസ്കസ് ദ മാപ്പ് ഓഫ് ദാറ്റ് ഏരിയ. ഓക്കെ, സോ ലെറ്റ്സ് സീ വാട്ട് ഇസ് ഇറ്റ്. ഇൻ ദ ന്യൂസിൽ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇറാൻ അറ്റാക്ക്ഡ് തായ് കാർഗോ ഷിപ്പ് ടു ഇന്ത്യ. ആ ഷിപ്പിന്റെ പേര് മയൂരി നാരി എന്നുള്ളതായിരുന്നു. ദെൻ വാട്ട് ഹാപ്പൻ? ദേ ടാർഗറ്റഡ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട്. എങ്ങനെയാണ് അവർ ടാർഗറ്റ് ചെയ്തത്? ഡ്രോൺസ് യൂസ് ചെയ്തിട്ടാണ് ടാർഗറ്റ് ചെയ്തത്. ഓക്കെ, ഡ്രോൺ യൂസിനെ കുറിച്ച് യു മേ ഹാവ് എ ക്വസ്റ്റ്യൻ ഇൻ മെയിൻസ്, ദർ ഇസ് എ ചാൻസ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തിനെ കുറിച്ച് ചോദിച്ചാൽ അതിന്റെ ചലഞ്ചസ് എന്നുള്ള രീതിയിൽ യൂസ് ബൈ സച്ച്, ഐ മീൻ ലൈക്ക് ഇങ്ങനത്തെ ടെക്നോളജീസ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണെങ്കിലും ഇങ്ങനെയുള്ള വാവ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതും സാധാരണക്കാർക്ക്, സിവിലിയൻസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും യു ക്യാൻ സൈറ്റ് ദാറ്റ് പോയിന്റ്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇതും കൊടുക്കാം. Okay, then Iran's joint military command said that it would target financial institutions in West Asia. വെസ്റ്റ് ഏഷ്യയിലുള്ള ഗ്ലോബൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസോ അതിനെല്ലാം ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് എന്താ ഉണ്ടാവാൻ പോകുന്നത്? ഓൾറെഡി ഇവര് ഈ ഒരു ഭാഗം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് റെസ്ട്രിക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്ലോബലായിട്ട് സപ്ലൈ ചെയിനകത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അതിൻ്റെ ഒപ്പം തന്നെ ഗ്ലോബൽ ഫിനാൻസിനെ മൊത്തമായിട്ട് തകിടം മറിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതാണ് ഈ പറയുന്ന വെസ്റ്റ് ഏഷ്യയിലുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടാർഗറ്റ് ചെയ്യുന്നത്. ആൻഡ് ദ IEA, ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്ന ആ ഒരു ഏജൻസി, they said that they will unlock 400 million barrels of oil from their reserves. Okay, 400 million barrels അവരുടെ റിസർവിൽ നിന്ന് അവർ ഓപ്പൺ ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി അവർ പറഞ്ഞിരിക്കുന്നത്. സോ ഇൻ പ്രിലിംസ് പെർസ്പെക്റ്റീവ് വി ഷുഡ് നോ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ്. സോ ലെറ്റ്സ് സീ ഇതിന് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുള്ളതെന്ന്. ഇറ്റ്സ് എഫക്റ്റ് ഓൺ ഇന്ത്യ. ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോർമൂസ് സ്ട്രൈറ്റിൽ കൂടെയാണ് ഗ്ലോബലായിട്ട് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നതിന്റെ 1/5 നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇന്ത്യ ബീങ് ആൻ എനർജി ഡിപ്പെൻഡന്റ് കൺട്രി, അതായത് ഇങ്ങനെയുള്ള ഓയിൽ ഡിപ്പെൻഡന്റ് നേഷൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് നേഷൻ ആയതുകൊണ്ടോ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി അഫക്ട് us. Along with that, 85% of India's imports are having to cross that strait. ആ ഒരു സ്ട്രേറ്റ് ക്രോസ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഞാൻ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഇപ്പൊ തന്നെ ട്രിവാൻഡ്രത്തൊക്കെ പല ഹോട്ടൽസും കൂട്ടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ നോട്ട് സഫിഷ്യന്റ് LPG റിസർവ്സ് വിത്ത് ഇന്ത്യ. ഓക്കെ, ദെൻ പോസിബിൾ then let's see how much LPG reserves we have. Right now നമുക്ക് 2 റിസർവ്സ് ആണുള്ളത്. ഒന്ന് മാംഗ്ലൂരുവിലും and the next one is വിശാഖപട്ടണത്തും. സോ ഈ 2 സ്ഥലത്തും കൂടെ കൂടിയിട്ട് അവർ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയായിരിക്കും? നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി 1.4 lakh ടൺസ് ആണ്. ഇത് കാണുമ്പോൾ ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ലേ? ലെറ്റ് മീ ടെൽ യു ദ റിയൽ കണ്ടീഷൻ. ഇതിന്റെ കൃത്യമായിട്ടുള്ള കണ്ടീഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മന്ത്ലി നീഡ് ഫോർ ഇന്ത്യ നമുക്ക് വേണ്ടത് 3 മില്യൺ ടൺസ് ആണ്. We need 3 million tons. 3 million tons LPG ആണ് നമ്മുടെ മന്ത്ലി നീഡ് വരുന്നത്. സോ അക്കോർഡിംഗ് ടു ദാറ്റ് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള റിസർവ്സ് 1.4 lakh ടൺസ് എന്ന് പറയുന്നത് 2 ദിവസം നിൽക്കാമുള്ളതേ ആയിട്ടുള്ളൂ.
only 2 days we can like പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ if such a crisis or something happens. So as I said earlier, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ, we are actually taking LPG or gas, natural gas from Norway and America, but still it will take some time to reach here. So 2 months ഈ ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. And along with that, domestic companies-ന്റെ അടുത്ത് LPG പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി പറഞ്ഞു. ഇന്നലെ അത് ഞാൻ 10% കൂടി എന്നാണ് പറഞ്ഞത്. ഇന്ന് വന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഓൾമോസ്റ്റ് 25% it has increased. Still, we have our own problem. When we compare this with crude oil reserves, okay, crude oil reserves ne kurichu nokki kazhinja, we have 2 months of crude oil reserves right now. We have it. Okay, 2 മാസം. So, എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ ഇഷ്യൂ ആയത്? കാരണം LPG റിസോഴ്സിന്റെ നമുക്ക് നമ്മുടേതായുള്ള ഒരു സ്കീം ഉണ്ടായിരുന്നു. അതായത് ഈ LPG ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് മാക്സിമം സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് പാവപ്പെട്ട വീടുകളിലും അല്ലെങ്കിൽ പൂർ ഹൗസ് ഹോൾഡ്സിൽ പോലും ഈ വുമൻസ് സഫർ ചെയ്യുന്ന ലങ് ഇഷ്യൂസ് അല്ലെങ്കിൽ എന്താ പറയുക ഫയർവുഡ്സ് ഉപയോഗിക്കുന്ന കാരണം ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ എല്ലാം ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടും വി ക്രിയേറ്റഡ് എ സ്കീം ടു സ്പ്രെഡ് ദ യൂസ് ഓഫ് LPG ത്രൂ ഔട്ട് ദ കൺട്രി. സോ അത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു. ആൻഡ് വാട്ട് വാസ് ദാറ്റ് സ്കീം കോൾഡ്? പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജന. പ്രധാൻ മന്ത്രി ഉജ്ജ്വൽ യോജന. ഓക്കെ, സോ അതിൻ്റെയും കൂടെ ഒരു ഇംപ്ലിക്കേഷൻ ആണ് ഇപ്പൊ ഇങ്ങനെ ഒരു ക്രൈസിസ് വന്ന സമയത്ത് നമുക്ക് വന്നിരിക്കുന്നത്. സോ വാട്ട്സ് ദ വേ ഫോർവേഡ്? നമ്മൾ മാക്സിമം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ടാക്കണം. ഓക്കെ, സോ ലെറ്റ് സി ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് ഇതിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി? ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളോട്, മാംഗ്ലൂരും വിശാഖപട്ടണത്തുമാണ് നമുക്ക് 1.4 lakhs സ്റ്റോറേജ് ഉള്ളതെന്ന്. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇനഫ്. സോ ഇതിന് പറ്റിയ പൊട്ടൻഷ്യൽ ഉള്ള പൊസിഷൻസ് അല്ലെങ്കിൽ ലൊക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. 3 locations are there. One is Peninsular Plateau, Peninsular region. Next one is Deccan Traps. And the third and the most important one is Bikaner-Barmer belt of Rajasthan. And the third most important one is Bikaner-Barmer belt of Rajasthan. രാജസ്ഥാനിലുള്ള Bikaner-Barmer belt. It's most of a saline rocks ആണ് നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പ്ലേസ്. ഓക്കെ, സോ ഇത് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചിരിക്കുക. നാളെ LPGയെ കുറിച്ച് എനർജി റിസർവിനെ കുറിച്ച് ഒരു ചോദ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വേ ഫോർവേഡ് ആയിട്ട് ചെയ്യേണ്ട റിഫോംസിനകത്ത് വി ക്യാൻ സേ മോർ സ്റ്റോറേജ് ഷുഡ് ബി ഗിവൺ ഫോർ LPG. അത് എവിടെയൊക്കെയാണ്? ഈ പറയുന്ന 3 സ്ഥലങ്ങളിലും അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. പെനിൻസുലാർ ഷീൽഡ്, ഡെക്കാൻ ട്രാപ്സ് ആൻഡ് ബിക്കാനർ-ബാർമർ ബെൽറ്റ് ഓഫ് രാജസ്ഥാൻ. So let's go to the next news. So as it is mentioned about International Energy Agency, for prelims we should be knowing what it is. Okay, International Energy Agency എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ it is an intergovernmental body ആണ്. Okay, established in 1974. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? OECD countries ആണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. And what was the reason for that establishment? There was a Yom Kippur War. Yom Kippur War കാരണം അറബ് ഓയിൽ എംബാർഗോ, ഒരു ഓയിൽ ക്രൈസിസ് ഉണ്ടായി. ഓക്കെ, an oil crisis was formed. അതാണ് ഈ ഒരു സാധനത്തിന് വേണ്ടിയിട്ട് ഒരു ഇംപിറ്റസ് കൊടുത്തത്, ഇങ്ങനെ ഒരു സാധനം തുടങ്ങാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇറ്റ്സ് ഒറിജിനൽ മൻഡേറ്റ് വാസ്, ഇതിന്റെ ഒരു മൻഡേറ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ ഓയിൽ സപ്ലൈസ് ആൻഡ് മാനേജ് എനർജി ഏജൻസീസ്. ഓക്കെ, എനർജി എമർജൻസീസും അല്ലെങ്കിൽ സ്റ്റേബിൾ ഓയിൽ സപ്ലൈസും അത് അഷ്യൂർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ മൻഡേറ്റ്. ആൻഡ് ആസ് ദ ടൈം പാസ്ഡ് ഇത് ചേഞ്ച് ചെയ്തു. നമ്മളിപ്പോഴും അറിയാലോ, നമുക്ക് ഗ്ലോബൽ ചേഞ്ച് വരുന്നുണ്ട്, ഗ്ലോബൽ ക്ലൈമറ്റ് ചേഞ്ച് വരുന്നുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോസിൽ ഫ്യൂൽസിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. ആൻഡ് ദേ ഓൾസോ ചേഞ്ച് ഫ്രം ദർ മൻഡേറ്റ് ആൻഡ് ടു വേർ, അതായത് റോൾ ഹാസ് ഡൈവേഴ്സിഫൈഡ് സിഗ്നിഫിക്കന്റ്ലി. ഇറ്റ് നൗ കൺസേൺസ് ഇറ്റ്സെൽഫ് വിത്ത് വെറൈറ്റി ഓഫ് എനർജി സോഴ്സസ്, റിന്യൂവബിൾസ് ആൻഡ് ഫോക്കസസ് ഹെവിലി ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഡീകാർബണൈസേഷൻ, എനർജി ട്രാൻസിഷൻ ആൻഡ് ക്രിട്ടിക്കൽ മിനറൽസ് പ്രോഗ്രാംസ്. ഓക്കെ, സച്ച് സസ്റ്റൈനബിൾ എനർജി പ്രോഗ്രാംസിനും കൂടെ ഇവരുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തു. സോ ആസ് ഐ സെഡ്, 17 OECD കൺട്രീസ് കൂടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ പറയുന്ന ഇന്റർ ഗവൺമെന്റൽ ബോഡി, ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്ന ബോഡി ഉണ്ടാക്കിയത്. സോ ദ മെമ്പേഴ്സ് മസ്റ്റ് ഹോൾഡ് സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഇക്വാലന്റ് ടു 90 days. ഇതിൽ മെമ്പേഴ്സ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ മെമ്പേഴ്സിനുള്ള ഒരു കണ്ടീഷനാണ് അവർ 90 daysനുള്ള സ്ട്രാറ്റജിക് ഓയിൽ റിസർവ്സ് ഉണ്ടാക്കി വെച്ചിരിക്കണം. അത് മാത്രമല്ല, ഈ IEA മെമ്പേഴ്സ് ആർ എക്സ്ക്ലൂസീവ്ലി ടേക്കൺ ഫ്രം OECD എന്നുള്ള ഡയറക്റ്റ് മെമ്പേഴ്സിനെയാണ് എക്സ്ക്ലൂസീവ്ലി ഈ പറയുന്ന IEA-ലോട്ട് എടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് വൺ, ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ത്യ ഇതിന്റെ മെമ്പർ ആണോ അല്ലയോ? സോ അക്കോർഡിംഗ് ടു പ്രിലിംസ് ആൻഡ് ഓൾ വി ഷുഡ് ബി
വെരി മച്ച് കോൺഷ്യസ് ലൈക്ക് ഇന്ത്യ മെമ്പർ ആണോ അല്ലയോ എന്നുള്ള കാര്യമല്ലേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. സോ വെദർ ഇന്ത്യ ഇസ് എ മെമ്പർ ഓർ നോട്ട്. ആസ് ഐ സെഡ് OECD മെമ്പർ ആണെങ്കിൽ IE മെമ്പർ ആവാൻ പറ്റുള്ളൂ. ഇന്ത്യ OECD മെമ്പർ ആണോ? അല്ല. സോ ഇന്ത്യ ഇസ് നോട്ട് എ മെമ്പർ ഓഫ് IE. പക്ഷേ വി ആർ കോൺസ്റ്റന്റ്ലി അപ്ലൈയിങ് ഫോർ എ മെമ്പർഷിപ്പ് ഇൻ IE. കുറച്ച് കാലമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് റീസൺ ആയിട്ട് നമ്മൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വേൾഡിലെ ടോപ്പ് മോസ്റ്റ് എനർജി കൺസ്യൂമിങ് സ്റ്റേറ്റ്സിൽ ഒരെണ്ണമാണ് ഇന്ത്യ. സോ വി ഹാവ് ദ റൈറ്റ്, നമുക്ക് ഇതിനകത്ത് മെമ്പർ ആവാൻ വേണ്ടിയിട്ട് റൈറ്റ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ആർഗ്യുമെന്റ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ദ പ്രോബ്ലം സ്റ്റിൽ പെർസിസ്റ്റ്. ഇവർ പറയുന്നുണ്ടല്ലോ, അതായത് they should be manage energy emergencies and they should have an oil reserve equivalent to at least 90 days. 90 days oil reserves വേണമെന്ന് പറയുന്നുണ്ടല്ലോ. ഡു വി സ്റ്റിൽ ഹാവ് ഇറ്റ്? ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞേ ഉള്ളൂ 2 months ഓയിൽ റിസർവ്സ് നമ്മുടെ കയ്യിലുള്ളൂ. സോ വി ഹാവ് ദിസ് പ്രോബ്ലം. ഓക്കെ, ദെൻ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം, ഇവർ പബ്ലിഷ് ചെയ്യുന്ന റിപ്പോർട്ട്സ് ഏതൊക്കെയാണ്. ഓക്കെ, ആ റിപ്പോർട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ് എനർജി ഔട്ട്ലുക്ക് റിപ്പോർട്ട്, ദെൻ വേൾഡ് എനർജി ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് and global energy review report. World energy outlook report, world energy investment report and global energy review. ഈ 3 റിപ്പോർട്ടിൽ ഏതെങ്കിലും റിപ്പോർട്ടിന്റെ പേര് തന്നത് വി വിൽ ബി ഗിവൺ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതിൽ ആരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുള്ളതാണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. സോ യു ഷുഡ് ഡെഫിനറ്റ്ലി നോ വേൾഡ് എനർജി ഔട്ട്ലുക്ക്, വേൾഡ് എനർജി ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് ആൻഡ് ഗ്ലോബൽ എനർജി റിവ്യൂ. ദീസ് ആർ ദ 3 റിപ്പോർട്ട്സ് ഗിവൺ ബൈ വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഈ പറയുന്ന ഇന്റർനാഷണൽ എനർജി ഏജൻസി. ഓക്കെ, സോ ആസ് ഐ സെഡ്, ഈ ഒരു ഭാഗത്ത്, അതായത് ഈ മിഡിൽ ഈസ്റ്റേൺ ഭാഗത്തും പേർഷ്യൻ ഗൾഫിന്റെ ഭാഗത്തും അല്ലെങ്കിൽ റെഡ് സീയുടെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഇന്റർനാഷണൽ ഇൻസിഡൻസ് നടന്നുകൊണ്ടിരിക്കുക. സോ ദർ ഈസ് ഹൈ ചാൻസ് ദാറ്റ് എ ക്വസ്റ്റ്യൻ മേ ബി ആസ്ക്ഡ് ഫ്രം ദിസ് ക്വസ്റ്റ്യൻ, മാപ്പ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ യു ഷുഡ് ബി നോയിങ് ദ കൺട്രീസ് സറൗണ്ടിങ് പേർഷ്യൻ ഗൾഫ് ആൻഡ് ദ കൺട്രീസ് സറൗണ്ടിങ് റെഡ് സീ. അത് ഏതൊക്കെ കൺട്രീസ് ആണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ന്യൂമോണിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ലെറ്റ്സ് സീ പേർഷ്യൻ ഗൾഫിന്റെ അറൗണ്ട് ഉള്ള കൺട്രീസിന്റെ ന്യൂമോണിക്സ്. ക്യൂ ബോക്സ് I2. സോ ക്യൂബോക്സ് I2 ഏതൊക്കെ കൺട്രീസ് ആണെന്ന് നമുക്ക് നോക്കാം. ക്യൂ ഖത്തർ, ഓക്കെ, ദെൻ യു UAE, ദെൻ ബി ഏതാണ്? ബഹ്റൈൻ, ഒമാൻ, കെ ഏതാണ്? കുവൈറ്റ്, ദെൻ എസ് ഏതാണ്? സൗദിയാണ്. ദെൻ I2 ഉണ്ട്, 2 I ഉണ്ട്. ഏതൊക്കെയാണ്? ഇറാനും ഇറാഖും. സോ ന്യൂമോണിക്സ് എന്താണ്? ക്യൂബോക്സ് I2, QUBOKS I2. ക്യൂ ഏതാണ്? ഖത്തർ, യു ഏതാണ്? UAE, ബി ബഹ്റൈൻ, ഒമാൻ, കെ കുവൈറ്റ്, എസ് സൗദി, I2 2 I ഉണ്ട്. ഏതൊക്കെയാ? ഇറാനും ഇറാഖും. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് വൺ, റെഡ് സീ. ഓക്കെ, അപ്പൊ ഇവിടെയാണ് ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് ഈ പേർഷ്യൻ ഗൾഫിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന തായ്ലൻഡിന്റെ ആ ഷിപ്പിനെ ഇറാൻ ആക്രമിച്ചത്. സോ ലെറ്റ്സ് ഗോ ടു റെഡ് സീ. റെഡ് സീയുടെ ചുറ്റുമുള്ള കൺട്രീസ്. ആസ് വി നോ, ലൈക്ക് നിങ്ങൾ ഹോസ്റ്റലിലൊക്കെയാണ് താമസിക്കുന്നതെങ്കിൽ തൊട്ടപ്പുറത്തെ ഫ്രണ്ട് ഈ പറയുന്ന പോലെ ഗേൾ ഫ്രണ്ടോ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ടോ ഉണ്ടെങ്കിൽ ഫോണിൽ കൂടെ സംസാരിക്കുന്ന കേട്ടില്ലേ? യെസ് ഡി, യെസ് ഡാ, യെസ് പറ, ആ സാധനം അതേ സാധനം തന്നെയാണ്, അല്ലെങ്കിൽ നമ്മൾ മെസ്സേജ് അയക്കുന്ന സാധനമാണ് ഇതിനകത്തെ കോഡ്. എന്താണ്? യെസ് ഡി, YESSDE, യെസ് ഡി. ഈ കൺട്രീസ് ഏതൊക്കെയാണ്? വൈ യമൻ, ഈജിപ്ത്. ഓക്കെ, 2 S ഉണ്ട്, ഒന്ന് സൗദി, അടുത്തത് സുഡാൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഡി ജിബൂത്തി ആൻഡ് എറിത്രിയ. സോ എസ് ഡി, YESSDE. വൈ ഏതാണ്? യമൻ, ഈജിപ്ത്, സൗദി, സുഡാൻ, ഡി ജിബൂത്തി ആൻഡ് എറിത്രിയ. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് ന്യൂസ്. അടുത്ത ന്യൂസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപെക്സ് കോർട്ട് അപ്ഹോൾഡ്സ് റൈറ്റ് ടു ഡൈ ഫോർ മാൻ ഓൺ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഓക്കെ, വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലുള്ള ഒരാളെ അപെക്സ് കോർട്ട് അവർ റൈറ്റ് ടു ഡൈ എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിൾ ഏത് വെച്ചിട്ടാണ്?
ആർട്ടിക്കിൾ ടു ബി ഡിഗ്നിഫൈഡ് അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ലൈഫോ അല്ലെങ്കിൽ ഡിഗ്നിഫൈഡ് ഡെത്തിനോ വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 21 പ്രകാരം അവർ സമ്മതിച്ചു. ആരെയാണ് സമ്മതിച്ചത്? ഹരീഷ് റാണ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. ഹരീഷ് റാണ പുള്ളിക്കാരൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റിയുടെ 4th ഫ്ലോറിൽ നിന്ന് താഴോട്ട് വീണ് കഴിഞ്ഞിട്ട് ഒരു 75% ഹെഡ് ഇഞ്ചുറീസ് സസ്റ്റെയിൻ ചെയ്തു. ക്വാഡ്രപ്ലജിക് എന്ന് പറയും, അതായത് മൂവ് ചെയ്യാൻ പറ്റില്ല, വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ നിന്നുള്ള സ്റ്റേറ്റിലോട്ടായി പോയി. ആൻഡ് ഹി ഹാസ് ബീൻ ലൈങ് ദർ ഫോർ 13 years. അത്രയും വർഷമായി കഴിഞ്ഞപ്പോഴത്തേനും യുനോ ലൈക്ക് ഇമോഷണലായിട്ടും മെന്റലായിട്ടും ഫൈനാൻഷ്യലായിട്ടും എത്രത്തോളം സ്ട്രെസ് ഉണ്ടായിരിക്കും ഫാമിലിക്കും ബാക്കിയുള്ളവർക്കും. സോ ഹി വാസ് അലൗഡ് ടു ഗോ ഫോർ പാസീവ് യൂത്തനേഷ്യ. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസാണ് ഇന്ന് കൊടുത്തിരിക്കുന്നത്. ലെറ്റ്സ് സീ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ആദ്യം തന്നെ ലെറ്റ് മീ ടെൽ യു വാട്ട് ഈസ് എ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ്. വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അവയർനെസ്സും ഇല്ലാതെ ജസ്റ്റ് ലൈഫ് മാത്രം വെച്ചുകൊണ്ട്, അതും എക്സ്റ്റേണൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോടെ ആയിരിക്കും ലൈഫ് വെച്ചിരിക്കുന്നത്. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി വോണ്ട് ബി ഏബിൾ ടു ലൈക്ക് ലീവ്. ഫോർ എക്സാമ്പിൾ, ഒരു വെജിറ്റബിൾ മരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അതിന് ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവെയർ. ആൻഡ് ഇഫ് യു പ്ലക്ക് ഇറ്റ് ഫ്രം ദാറ്റ് ട്രീ ഓർ plant, then it will lose its life, right? So same way, vegetative state. Let's see what it is. The Supreme Court on Wednesday upheld the right to die with dignity for a 32-year-old Harish Rana by allowing the withdrawal of clinically assisted nutrition and hydration. Okay, withdrawing or withholding of medical treatment will replace the term passive euthanasia. അതായത് ഈ പുള്ളിക്കാരന് മെഡിക്കലി അസിസ്റ്റഡ് ആയിട്ടായിരുന്നു ഫുഡ് കൊടുത്തിരുന്നത്, വായിക്കൂടെ ട്യൂബ് ഇട്ടിട്ട് ആയിരുന്നു ഫുഡും ബാക്കി വെള്ളവും ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. ഓക്കെ, അതിനെ പറയുന്ന പേരാണ് CANH അല്ലെങ്കിൽ ക്ലിനിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ. ക്ലിനിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ. ഈ ഒരു ലോയിൽ അവർ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ CANH എന്ന് പറയുന്ന പ്രൊസീജിയർ ബേസിക് മെഡിക്കൽ പ്രൊസീജിയർ അല്ല, മറിച്ച് ലൈഫ് സസ്റ്റൈനിങ് ആയിട്ടുള്ള മെഡിക്കൽ പ്രൊസീജിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുള്ളൊരു ഇതിലാണ് വന്നിരിക്കുന്നത്. ലെറ്റ് സി, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവല്യൂഷൻ ഓഫ് യൂത്തനേഷ്യ ഇൻ ഇന്ത്യ നമ്മൾ നോക്കും. അപ്പം ലെറ്റ് സി ദാറ്റ്. ആൻഡ് വിഡ്രോയിങ് ഓർ വിത്ത്ഹോൾഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വിൽ റീപ്ലേസ് ദ ടേം പാസീവ് യൂത്തനേഷ്യ. പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്ന ആ ഒരു ടേം മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സോ പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്ന ടേം മാറിയിട്ട് വിഡ്രോയിങ് ഓർ വിത്ത്ഹോൾഡിംഗ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ടേം ആയിരിക്കും നമ്മൾ ഇനി യൂസ് ചെയ്യുക. ആൻഡ് റിഗാർഡിംഗ് ദാറ്റ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ദർ ഇസ് 2 kinds. ആക്റ്റീവ് യൂത്തനേഷ്യ ഉണ്ട്, പാസീവ് യൂത്തനേഷ്യ ഉണ്ട്. ആക്റ്റീവ് ആൻഡ് പാസീവ് euthanasia. സോ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ലെറ്റ്സ് സേ someone is contracted with റാബിസ്. റാബിസ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ടു എസ്കേപ്പ് ഫ്രം ദാറ്റ്. അതായത് നമ്മളെ ഒരു ഡോഗ് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ റാബിസ് വരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഗ്യാപ്പിന്റെ ഇടയിൽ നമ്മൾ അതിനുള്ള വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ വി വിൽ ബി ഏബിൾ ടു കം ഔട്ട് ഓഫ് ഇറ്റ്. Once rabies set on ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ it is like 100% we will die, and at that time we will be in excruciating pain. സോ ആ ഒരു പെയിൻ നിർത്താൻ വേണ്ടിയിട്ട് ഇഫ് ആക്റ്റീവായിട്ട് നമ്മളൊരു പോയിസണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്ത് ആളെ ഈ ഒരു സഫറിങ്ങിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊല്ലുവാണെന്ന് വിചാരിച്ചോ, അതിനെയാണ് ആക്റ്റീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലീഗലൈസ്ഡ് ഇൻ ഇന്ത്യ. ആൻഡ് ദർ ഈസ് സംതിങ് കോൾഡ് ആസ് പാസീവ് യൂത്തനേഷ്യ. പാസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് നൗ ഹി ഗോസ് ഇൻ ഹിസ് സപ്പോർട്ട്സ്. മെഡിക്കൽ സപ്പോർട്ട്സ് മാത്രം വെച്ചിട്ടാണ് ഒരാൾ ജീവിക്കുന്ന, മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സപ്പോർട്ട് വെച്ചിട്ടാണ്. വെന്റിലേറ്റർ, ഫുഡ് ഉള്ളിലോട്ട് കൊടുക്കുന്നു, അങ്ങനെ കുറെ കാലമായിട്ട് കടന്നുകൊണ്ടിരിക്കുക. സോ ഈ ഒരു സാധനത്തിന്റെ സപ്പോർട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഹി വിൽ ഡൈ നാച്ചുറലി. അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് പാസീവ് യൂത്തനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സോ അലോങ് വിത്ത് ദാറ്റ് നമുക്ക് മെയിൻസിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലെറ്റ്സ് സി വാട്ട് കൈൻഡ് ഓഫ് ഹൗ ദ എവല്യൂഷൻ ഓഫ് ദിസ് യൂത്തനേഷ്യ ഹാപ്പൻഡ് ഇൻ ഇന്ത്യൻ ലീഗൽ സിസ്റ്റം. So as you can see here, this is how the evolution happened. First one was P. Rathinam versus Union of India. The Supreme Court held that. അന്ന് നമ്മൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ ഇത് 1994 കേട്ടോ. ആർട്ടിക്കിൾ 21 പ്രകാരം റൈറ്റ് ടു ലൈഫ് മാത്രമല്ല റൈറ്റ് ടു ഡൈ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സെക്ഷൻ 309 IPC അറ്റംപ്റ്റ് ടു സൂയിസൈഡ് വാസ് ഡിക്ലെയർഡ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ എ ബ്രീഫ് പീരീഡ്, കുറച്ചു നേരത്തേക്ക്. ഓക്കെ, പക്ഷേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കേസാണ്. ഈ കേസ് ഇത് and this one, these are important cases. Okay, second one was 1996 ജിയാൻ കോർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. അന്ന് ഒരു 5 judge ബെഞ്ച് ഓഫ് സുപ്രീം കോർട്ട് ഓവർറൂൾഡ് പി രത്നം. ഇത് ഓവർറൂൾ ചെയ്തു and said that article 21 guarantees only right to live and not right to die. So
ഈ പറയുന്ന യുത്തനേഷ്യനെ ക്രിമിനലൈസ് ചെയ്തു, അല്ലെങ്കിൽ അത് ലീഗൽ അല്ല എന്ന് പറഞ്ഞു. ഓക്കെ, സോ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്നുള്ള രീതിയിൽ വന്നു. ആൻഡ് അറ്റംപ്റ്റഡ് സൂയിസൈഡ് ആൻഡ് യുത്തനേഷ്യ റിമെയിൻഡ് ഇല്ലീഗൽ. ഓക്കെ, ആൻഡ് ഇതിന്റെ ഒരു പ്ലേറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഒരു മൊത്തമായിട്ടൊരു 180 ഡിഗ്രി ചേഞ്ച് വന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കേസാണ് അരുണ ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ അരുണ ഷാൻബാഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് പൊളിറ്റിയിൽ മാത്രമല്ല, ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ യുവർ എത്തിക്സ് ക്ലാസ് ഓൾസോ. എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത്. ഈ അരുണ ഷാൻബാഗിന്റെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷി വാസ് എ നേഴ്സ്, ഷി വാസ് ക്രൂവലി റേപ്പ്. റേപ്പ് കഴിഞ്ഞ് പുള്ളിക്കാരത്തി ഓൾമോസ്റ്റ് ഇൻ എ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് അല്ല, പുള്ളിക്കാരത്തി ഫുള്ളി വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് ആയിരുന്നു. ആൻഡ് ഷി വാസ് ബീങ് ടേക്കൺ കെയർ ബൈ പുള്ളിക്കാരത്തിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ഈ അരുണ ഷാൻബാഗ് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഒപ്പം ഉണ്ടായിരുന്ന മറ്റ് നേഴ്സുമാരാണ് പുള്ളിക്കാരത്തെ നോക്കിയിരുന്നത്. ഫാമിലിയിലാണെങ്കിലും ഫൈനാൻഷ്യൽ സ്ട്രെസ് കാരണം ഒരു പരിധിക്കപ്പുറം അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. സോ ആഫ്റ്റർ സോ മെനി ഡേയ്സ്, കുറേ കാലത്തിന് ശേഷം പുള്ളിക്കാരത്തിയുടെ ഫിയാൻസി, ഈ അരുണ ഷാൻബാഗിന്റെ ഫിയാൻസി കൊടുത്തിരുന്ന ലോയർ വെച്ചിട്ട്, ആൻഡ് ഇറ്റ് വാസ് ആർഗ്യൂഡ് ലൈക്ക് പുള്ളിക്കാരത്തിക്ക് യുത്തനേഷ്യ കൊടുക്കണം എന്നുള്ള രീതിയിൽ ആർഗ്യൂ ചെയ്തു. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ദ യുത്തനേഷ്യ വാസ് ലീഗലൈസ്ഡ്. പക്ഷേ ഈ ഒരു കേസ് ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തിരിക്കുന്നത്, അവരെ യൂത്തനേഷ്യക്ക് കൊടുക്കണ്ടെന്നാണ് അന്ന് കോടതി തീരുമാനിച്ചത്. അതിനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരന്റ്സ് പാട്രിയെ, അതായത് അവരെ നോക്കുന്ന റോളിൽ ഹൂവർ ഈസ് ദർ ഗാർഡിയൻ, ആ ഗാർഡിയൻസിന്റെ പെർമിഷനോട് കൂടി മാത്രമേ യൂത്തനേഷ്യ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. സോ വെൻ ദിസ് യൂത്തനേഷ്യ കൺസെപ്റ്റ് വാസ് ഫോർവേഡഡ് ടു ദ നേഴ്സ്, അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന നേഴ്സിന്റെ അടുത്ത് ഫോർവേഡ് ചെയ്തപ്പം അവർ പറഞ്ഞു, ഇത്രയും കാലം ഞങ്ങളൊരു മകളെ പോലെ ഇവരെ നോക്കിക്കൊണ്ടിരുന്നതാണ്, ആൻഡ് ഷീ ഈസ് ഓൾസോ ഗ്രോയിങ് വിത്ത് അസ്, സോ വി വോണ്ട് ഡു ഇറ്റ്. അതായത് യൂത്തനേഷ്യ വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ആരാണോ യൂത്തനേഷ്യ ലീഗലൈസ് ചെയ്യാൻ കാരണമായത്, ഏത് കേസാണോ, അവർക്ക് യൂത്തനേഷ്യ കൊടുക്കാൻ വേണ്ടിയിട്ട് പെർമിഷൻ ഇല്ലായിരുന്നു. പക്ഷെ അതിനുശേഷം മൊത്തമായിട്ട് ചേഞ്ച് ചെയ്തു. ആൻഡ് ലെറ്റ് മീ ടെൽ യു, ആഡ് ഓൺ ചെയ്യട്ടെ, കുറെ കാലത്തിന് ശേഷം ന്യൂമോണിയ ബാധിച്ചിട്ട് ഷീ ആക്ച്വലി പാസ്ഡ് അവേ. ഓക്കെ, സോ ദാറ്റ് വാസ് ദ കേസ്. ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ വാട്ട് ഹാപ്പൻ ഇൻ 2018 കോമൺ കോസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായി. അതിനകത്ത് ദേ അഗൈൻ സെഡ് ദ സെയിം തിങ്, റൈറ്റ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി ആസ് എ ഫണ്ടമെന്റൽ റൈറ്റ് അണ്ടർ ആർട്ടിക്കിൾ 21. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ ലീഗലൈസ്ഡ് പാസീവ് യുത്തനേഷ്യ ആൻഡ് ലിവിംഗ് വിൽ എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവന്നു. ലിവിംഗ് വിൽ, ഇഫ് ഐ ആം, ഇപ്പൊ എനിക്ക് ഒരു ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു നല്ല മാരകമായിട്ടുള്ള ഒരു ഡിസീസ് ഉണ്ട്, ആൻഡ് ഹി ഹാസ് എ കൺസെപ്റ്റ്, അതായത് നാളെ ഒരു വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടക്കേണ്ടി വരുന്നൊരു തോന്നൽ വരുവാണെങ്കിൽ, ഹി ക്യാൻ ആക്ച്വലി മേക്ക് എ ലിവിംഗ് വിൽ. രണ്ട് വിറ്റ്നസ്, മോസ്റ്റ്ലി ഇറ്റ്സ് പ്രിഫറബിൾ ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് വിറ്റ്നസ്, ആ രണ്ട് ഈ വിറ്റ്നസിനെയും വെച്ചിട്ട് യു ക്യാൻ മേക്ക് നമുക്കൊരു എഗ്രിമെന്റ് ഉണ്ടാക്കാം, അതായത് ലിവിംഗ് വിൽ എന്നുള്ള രീതിയിൽ. ഈ സച്ച് എ തിങ് ഹാപ്പൻസ്, ഐ സേ ദാറ്റ് ദ ഫാമിലി, അല്ലെങ്കിൽ ആർക്കാണോ വേണ്ടത് അവർക്ക് ദേ ക്യാൻ റിമൂവ് മൈ മെഡിക്കൽ എക്യുപ്മെന്റ് ആൻഡ് ഗീവ് മീ പാസീവ് യുത്തനേഷ്യ എന്ന് പറയുന്ന ഒരു ലിവിംഗ് വില്ല് എഴുതാൻ പറ്റും. സോ അറ്റ് ദാറ്റ് ടൈം ഈ പറയുന്ന ആള് ചിലപ്പോൾ ടോക്കിംഗ് സ്റ്റേജിലല്ല, അല്ലെങ്കിൽ ബോധത്തിൽ, അല്ലെങ്കിൽ ആർക്കാണ് കൊടുക്കേണ്ടി വരിക, ഹി ക്യാൻ നോമിനേറ്റ്, ഒരാളെ പുള്ളിക്കാരന് നോമിനേറ്റ് ചെയ്യാം. ആരാണോ ലിവിംഗ് വിൽ എഴുതുന്നത് ആ പാർട്ടിക്ക് ഒരാളെ നോമിനേറ്റ് ചെയ്യാം, ആൻഡ് ദാറ്റ് പേഴ്സൺ വിൽ ടേക്ക് ഡിസിഷൻ ഓൺ ഹിസ് ബിഹാഫ്. ഓക്കെ, സോ അത് ലീഗലൈസ് ചെയ്തു. നെക്സ്റ്റ് വൺ ഈസ് കോമൺ കോസ് അമെൻമെന്റ് ഓർഡർ. ദ കോർട്ട് സിംപ്ലിഫൈഡ്. അതെന്താ ചെയ്തത്, ഈ പറയുന്ന സാധനത്തിനുള്ള ഓർഡേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ കോർട്ട് സിംപ്ലിഫൈ ചെയ്തു. ആൻഡ് ഷോർട്ടൺ ദ മെഡിക്കൽ ബോർഡ് ടൈം ലൈൻ. മെഡിക്കൽ ബോർഡിന്റെ ടൈം ലൈനെ 48 hours ഷോർട്ടൺ ചെയ്തു. ആൻഡ് ഇൻ 2026 ഇപ്പോൾ ഉള്ള ഹരീഷ് റാണ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. സോ അതിനകത്ത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുപ്രീം കോർട്ട് പെർമിറ്റഡ് വിഡ്രോവൽ ഓഫ് CANH. CANH എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള കഴിവില്ലെങ്കിൽ ട്യൂബ്സിന്റെയും ബാക്കി കാര്യങ്ങളുടെ സഹായം കൂടുമല്ലോ, ക്ലിനിക്കലി അസിസ്റ്റഡ് ന്യൂട്രീഷൻ ആൻഡ് ഹൈഡ്രേഷൻ കൊടുക്കാനുള്ള പരിപാടി. ആൻഡ് ദേ ക്ലാരിഫൈഡ് ദാറ്റ് മെഡിക്കൽ ഫീഡിങ്, അതായത് ഈ ഒരു പരിപാടി വെച്ചിട്ട് ഫീഡ് ചെയ്യുന്ന പരിപാടി, ഇറ്റ്സ് എ ഫോം ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നോട്ട് ബേസിക് കെയർ. ബേസിക് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട കാര്യം, അങ്ങനെ ബേസിക് കെയർ കൊടുക്കുന്ന ഒരാൾക്ക് യുത്തനേഷ്യ കൊടുക്കണം നിർബന്ധമില്ല. ആൻഡ് ദ കോർട്ട് റെക്കഗ്നൈസ് ദാറ്റ് ഈ പറയുന്ന CANH അല്ലെങ്കിൽ മെഡിക്കൽ ഫീഡിംഗ് എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്, മറിച്ച് ബേസിക് മെഡിക്കൽ കെയർ അല്ലെന്ന് കോർട്ട് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ കോർട്ട് റെക്കഗ്നൈസ് ചെയ്തു. സോ ഇനി അങ്ങനെ ഒരു കേസ് വരുന്ന സമയത്ത് വി ക്യാൻ ആക്ച്വലി ഓപ്റ്റ് ഫോർ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ whoever is suffering they can actually opt for passive euthanasia. Okay, along with that, let me tell you something. ഈ ഒരു എങ്ങനെയാണ് ഇതിന്റെ ഒരു if you are opting for passive euthanasia, അതെങ്ങനെയാണ് അതിന്റെ സ്റ്റേജസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ പാസീവ് യുത്തനേഷ്യ നമ്മൾ റെക്കമെൻഡ് ചെയ്തു, അല്ലെങ്കിൽ അയാൾക്ക് ഈ കിടക്കുന്ന പേഷ്യന്റ് ഒരിക്കലും ഇനി വരില്ല എന്നുള്ള കാര്യം ചെയ്തു, ഫാമിലി അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത ആൾ പാസീവ് യുത്തനേഷ്യ ചെയ്തു കഴിഞ്ഞാൽ ദർ വിൽ ബി ലൈക്ക് ഒരു പ്രൈമറി ബോർഡും ഒരു സെക്കൻഡറി ബോർഡും ഉണ്ടാവും. എന്ത് ബോർഡ്? മെഡിക്കൽ ബോർഡ്. ഈ പ്രൈമറി മെഡിക്കൽ ബോർഡിനകത്ത് ഡോക്ടേഴ്സ്, അതായത് ഈ പറയുന്ന ഏത് ഹോസ്പിറ്റലിലാണോ അവർ കിടക്കുന്നത് ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സും
അതിലെ അവരെന്തുമായിട്ട് ബന്ധപ്പെട്ടാണോ കിടക്കുന്നത് അതിന്റെ ഒരു സ്പെഷ്യലിസ്റ്റും. ഓക്കെ, ഒരു ഡോക്ടർ ഉണ്ടാവും ആ ഹോസ്പിറ്റലിൽ, പിന്നെ ഇവരെന്തുമായിട്ട്, ഫോർ എക്സാമ്പിൾ ഹെഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ ന്യൂറോളജിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യലിസ്റ്റും കൂടെ കൂടിയിട്ട് ഒരു മെഡിക്കൽ ബോർഡ് ഫോം ചെയ്തിട്ട് ദേ വിൽ മേക്ക് ദ ഡിസിഷൻ. സെക്കൻഡറി ബോർഡിനകത്ത് മോസ്റ്റ്ലി ഈ പറയുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതുകൂടാതെ ഒരു ഡിസ്ട്രിക്റ്റിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടെ സെക്കൻഡറി ബോർഡിനകത്ത് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡറി ബോർഡിനകത്ത് ആ സെക്കൻഡറി ബോർഡും ഇഫ് ദേ ഓൾസോ കം ടു ദ സെയിം ഡിസിഷൻ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ദ ഡിസിഷൻ ആ റെക്കമെൻഡേഷൻ ടു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. സോ സെക്കൻഡറി ബോർഡ് അലോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ടേക്ക് ദ ഡിസിഷൻ ടു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. ഫ്രം ദർ വി വിൽ ഗെറ്റ് ദ, അതായത് പെർമിഷൻ കിട്ടും, ദെൻ വി ക്യാൻ ഗോ വിത്ത് ദ പ്രൊസീജിയേഴ്സ്. സോ മനസ്സിലായല്ലോ, പ്രൈമറി ബോർഡ് ഉണ്ടായിരിക്കും, അതിൽ മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡോക്ടർമാരായിരിക്കും. സെക്കൻഡറി ബോർഡിനകത്ത് ഡിസ്ട്രിക്റ്റിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ, അയാൾ നോമിനേറ്റ് ചെയ്യുന്ന ഒരു പുള്ളിക്കാരനുണ്ടാവും. അതുകൂടാതെ അത് കഴിഞ്ഞ് അത് അവിടുന്ന് പെർമിഷൻ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പെർമിഷൻ മേടിക്കാം, ദെൻ വി ക്യാൻ ഗോ വിത്ത് ദ പ്രൊസീജിയേഴ്സ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, then let's go to the next news. നെക്സ്റ്റ് ന്യൂസ് എഡിറ്റോറിയലിലുള്ള ന്യൂസ് ആണ്. എ സെസ്മിക് ഡിസിഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. സോ വാട്ട് ആക്ച്വലി ഹാപ്പൻഡ് ഇൻ ദിസ് ന്യൂസ് ഇസ് ദാറ്റ് നമ്മൾ പ്രോബബിലിസ്റ്റിക് സെസ്മിക് ഹസാർഡ് അസസ്മെന്റ്, പ്രോബബിലിസ്റ്റിക് സെസ്മിക് ഹസാർഡ് അസസ്മെന്റ് PSHA, ഈ പ്രോബബിലിസ്റ്റിക് സെസ്മിക് ഹസാർഡ് അസസ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഡെവലപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രീസിൽ അവർ സെസ്മിക് സോണേഷൻ നടത്തുവാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു അൾട്രാ മോഡേൺ മെത്തേഡാണ്. സോ ലാസ്റ്റ് നമ്മുടെ സെസ്മിക് സോണേഷനോ അല്ലെങ്കിൽ എർത്ത് സോണിംഗ് ഫ്രെയിംവർക്കിനോ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തു. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ലൈക്ക് ആസ് എ റിസൾട്ട് വി ഫൗണ്ട് അനദർ, അതായത് ഒരു ന്യൂ ടോപ്പ് റിസ്ക് കാറ്റഗറി സോൺ 6. നമുക്ക് അതുവരെ ഉണ്ടായിരുന്നത് ഈ 4 സോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ടോപ്പ് റിസ്ക് കാറ്റഗറി സോൺ 6 എന്ന് പറയുന്ന ഒരു കാറ്റഗറി വന്നു. എവിടേക്കാണ് അത് വന്നത്? പാർട്സ് ഓഫ് ഹിമാലയൻ ബെൽറ്റ്, കച്ച് ഇൻ ഗുജറാത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ്. ഹിമാലയൻ ബെൽറ്റിന്റെ പാർട്സ് കച്ച് ഇൻ ഗുജറാത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റ്. ആസ് ഓഫ് നൗ നമുക്കുള്ളത് സോൺ 2 ലോ പെനിൻസുലാർ ഇന്റീരിയേഴ്സ്, സോൺ 3 മോഡറേറ്റ് സദേൺ ആൻഡ് സെൻട്രൽ ബെൽറ്റ്, സോൺ 4 ഹൈ ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസ് ഇൻക്ലൂഡിംഗ് ഡൽഹി, ആൻഡ് സോൺ 5 വെരി ഹൈ ദ ഹിമാലയൻ ബെൽറ്റ്, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആൻഡ് റാൻ ഓഫ് കച്ച്. ഇതായിരുന്നു നമുക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന കാര്യങ്ങൾ. ഏതൊക്കെയാ? സോൺ 2 ഏറ്റവും ലോ ഉള്ള പെനിൻസുലാർ റീജിയനിൽ, സോൺ 3 മോഡറേറ്റ് ആയിട്ടുള്ള സദേൺ ആൻഡ് സെൻട്രൽ ബെൽറ്റിൽ, സോൺ 4 ഇൻഡോ ഗാംഗറ്റിക് പ്ലെയിൻസിൽ ഇൻക്ലൂഡിംഗ് ഡൽഹി, ആൻഡ് സോൺ 5 ഇത് കടന്നിരുന്നത്. അത് നമുക്ക് സോൺ 6 ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലോട്ട് കൊണ്ടുവന്നു. അപ്പൊ ഈ ഹൈ റിസ്ക് കാറ്റഗറിയിലോട്ട് കൊണ്ടുവരുമ്പോൾ എന്താ പ്രശ്നം? വെൻ എവർ വി മേക്ക് സം കൺസ്ട്രക്ഷൻസ് ദർ, അതിന്റെ റേറ്റ് വളരെയധികം കൂടും. നമ്മൾ ഒരു ഇൻഫ്രാസ്ട്രക്ചർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഗവൺമെന്റ് കൺസ്ട്രക്ഷനോ അതല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കൺസ്ട്രക്ഷനോ ഒക്കെ വെക്കുമ്പോഴത്തേനും അത് ഒരൊറ്റ സോൺ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദ റേറ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ഇൻക്രീസ് ബൈ 20%. 2 സോൺ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 33.33% വരെ കൂടുന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത്രയും കൂടി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് വിൽ ബി കംപ്ലീറ്റ്ലി ഹാൾട്ടഡ്. അത്രയധികം ബുദ്ധിമുട്ടുണ്ടാവും. സോ ദ ഗവൺമെന്റ് വാസ് ഫോഴ്സ്ഡ് ടു റീകോൾ ഇറ്റ്. ഈ ഒരു കാര്യം റീകോൾ ചെയ്യേണ്ടി വന്നു ഗവൺമെന്റിന്. സോ അതാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത്. സോ വേ ഫോർവേഡ് ആയിട്ട് എന്താ, കുറച്ചും കൂടെ നന്നായിട്ടുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്കണോമിക്, അതായത് എക്കണോമിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള എർത്ത് സോണിംഗ് ഫ്രെയിംവർക്ക് വി ഷുഡ് ബ്രിങ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ദ നെക്സ്റ്റ് ന്യൂസ്, ഇറ്റ്സ് ഓൾസോ ആൻ എഡിറ്റോറിയൽ ന്യൂസ്. ഇത് ഹോൾഡിംഗ് അപ്പ് ഹാഫ് ദ സ്കൈ ഓൺ ഇന്ത്യാസ് ഫാംസ്. ഹോൾഡിംഗ് അപ്പ് ഹാഫ് ദ സ്കൈ ഓൺ ഇന്ത്യാസ് ഫാംസ്. ഇത് വുമൺ ഫാമേഴ്സിനെ കുറിച്ചും അവർ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഇപ്പൊ എത്രത്തോളം വുമൺ ഫാമേഴ്സ് കൂടിയിട്ടുണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു എഡിറ്റോറിയലാണ്. സോ ലെറ്റ്സ് സീ ഈ എഡിറ്റോറിയലിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം റൂറൽ വുമൺ വർക്ക് ഫോഴ്സ് 2023-24 46.5% ആയി. ഇറ്റ് വാസ് ഓൺലി 35% ഇൻ 2011-12. 11-12 ഓൾമോസ്റ്റ് 35% ഉണ്ടായിരുന്നത് ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് ടു 46.5%, ഓൾമോസ്റ്റ് 50% ഇൻക്രീസ് ചെയ്തു. ഏത്? റൂറൽ വുമൺ വർക്ക് ഫോഴ്സ്. ഏത് വെച്ചിട്ടാണ്? പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ വെച്ചിട്ട്. ഓക്കെ, ആൻഡ് സ്റ്റിൽ നമ്മളത് വളരെയധികം കുറവാണ് ഇഫ് യു കൺസിഡർ ദ ഇന്റർനാഷണൽ ലേബർ ഓഫീസ് വെച്ചിട്ട്. അവർ പറയുന്ന അനുസരിച്ചിട്ട് മേജർ കൺട്രീസിലും മെജോറിറ്റി ഓഫ് ദ കൺട്രീസിലും ഈ ഒരു പെർസെന്റേജ് പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം അല്ലെങ്കിൽ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ പ്രകാരം റൂറൽ വുമൺ വർക്ക് ഫോഴ്സ് നമുക്ക് കിട്ടിയത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ അത് ഇന്റർനാഷണൽ ലേബർ ഫോഴ്സ് ഓഫീസിൽ 57 to 63% ഇൻ ഓൾമോസ്റ്റ് മെജോറിറ്റി ഓഫ് ദ കൺട്രീസ്. ഇന്റർനാഷണൽ ലെവലിൽ മെജോറിറ്റി ഓഫ് ദ കൺട്രീസിൽ 57 to 63% ആണ്. എന്നാൽ നമ്മളത് 36.5% ആണ്.
സോ അക്കോർഡിംഗ് ടു 2011-12 ബേസ് ചെയ്ത് നമ്മൾ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിലും ദർ ഈസ് മച്ച് സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് ഈ ഗ്ലോബൽ എരീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ. ഓക്കെ, ദെൻ അഗ്രികൾച്ചറലിൽ 48% മുതൽ 62% വരെയാണ് ഇൻക്രീസ് ചെയ്തത്. 48% നേരെ ഉണ്ടായിരുന്നത് 62% വുമൺ ലേബർ ഫോഴ്സ് ആയി. ഓക്കെ, ഇതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ദേ ഫേസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഇൻ ദിസ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സീ ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് അറിയാം. അതിനു മുമ്പ് ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അതായത് യൂഷ്വലി ദർ ഈസ് ഒരു ട്രെൻഡ് ഉണ്ട്, ദ മെൻ ഇൻ ദ റൂറൽ ഏരിയാസ് ദേ മൈഗ്രേറ്റ് ടു ദ അർബൻ ഏരിയാസ്. എന്തിനാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്? ദർ വിൽ ബി പുഷ് ഫാക്ടേഴ്സ് ആൻഡ് പുൾ ഫാക്ടേഴ്സ്. പുൾ ഫാക്ടേഴ്സ് മീൻസ് ബെറ്റർ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ബെറ്റർ സാലറി, ബെറ്റർ ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. പുഷ് ഫാക്ടേഴ്സ് അൺഎംപ്ലോയ്മെന്റ് എക്സെട്ര എക്സെട്ര. ഓക്കെ, സോ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും ദ മെൻ വിൽ ഗോ ടു ദ അർബൻ ഏരിയാസ്, ദേ വിൽ മേക്ക് മണി ദർ ആൻഡ് ദേ വിൽ സെൻഡ് ഇറ്റ് ടു ദർ ഹോം, അല്ലെങ്കിൽ ഇങ്ങോട്ടായിരിക്കും. സോ ഇവിടെ സ്വന്തം സ്ഥലത്ത് ഈ പറയുന്ന പോലെ അഗ്രികൾച്ചറും കാര്യങ്ങളും എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ആരായിരിക്കും? മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ദ വുമൺ അറ്റ് ഹൗസ്, അല്ലെങ്കിൽ വൈഫ് അല്ലെങ്കിൽ ബാക്കിയുള്ളവരായിരിക്കും ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. സോ ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേനും അഗ്രികൾച്ചർ ഏരിയാസിൽ വുമൻസിന്റെ എണ്ണം കൂടും. അങ്ങനെ കൂടുന്നതിന് പറയുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന ഒരു പേരാണ് ഫെമിനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ. Feminization of agriculture. Okay, you can use this term in like gender inequality ആയിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ, സൊസൈറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, എക്കണോമിക്സിലെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണിത്. ഓക്കെ, സോ ലെറ്റ് സി വാട്ട് ഓൾ ആർ ദ ചലഞ്ചസ്. ഫസ്റ്റ് വൺ ഈസ് ദേ ആർ നോട്ട് കൺസിഡേർഡ് ആസ് ഫാർമേഴ്സ്. ഈവൻ ഇഫ് ദേ ഹാവ് ലൈക്ക് ദേ ആർ വർക്കിംഗ് ഓൺ ദർ ഹസ്ബൻഡ്സ് ലാൻഡ്, സ്റ്റിൽ ദേ വോണ്ട് ബി കൺസിഡേർഡ് ആസ് ഫാർമേഴ്സ്. അതിനുള്ള കാരണം എന്താണ്? നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് കണ്ടു ഓൾമോസ്റ്റ് 50% വുമൺ ഈസ് ദർ ഇൻ ലൈക്ക് അഗ്രികൾച്ചർ ഫീൽഡിലോട്ട് വരുന്നുണ്ട്, ഓൾമോസ്റ്റ് 50%. ബട്ട് അത്രയും പേരുണ്ടായാൽ പോലും അതിൽ 10% കുറവ് ആൾക്കാർക്ക് മാത്രമേ സ്വന്തമായിട്ട് ലാൻഡ് ഹോൾഡിങ്സ് ഉള്ളൂ. നോ ലാൻഡ് ഓണർഷിപ്പ് ഫോർ മെജോറിറ്റി. ബാക്കിയുള്ള 90% പേർക്ക് ലാൻഡ് ഓണർഷിപ്പ് ഇല്ല. സോ ലെറ്റ് മീ ആസ്ക് യു സംതിങ്. നിങ്ങളൊരു ബാങ്കിൽ ചെന്നു ഒരു ലോൺ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞാനൊരു വർക്കർ ആണെന്ന് പറഞ്ഞ ലോൺ കിട്ടുമോ? യു ഷുഡ് കീപ് സം ഗ്യാരണ്ടി, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ടേ. ആ സെക്യൂരിറ്റി എന്താണ്? ലാൻഡാ. സോ സ്വന്തമായിട്ട് ലാൻഡ് ഇല്ലാത്തടത്തോണ്ട് ഇവർക്ക് പോയി ലോൺ എടുക്കാൻ പറ്റുമോ? സോ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യത്തില്ലേ? സോ മോസ്റ്റ്ലി ദേ വിൽ ബി ടേക്കിംഗ് ദ ക്രെഡിറ്റ് ഫ്രം ഈ പറയുന്ന പോലെ ഇല്ലീഗൽ ആയിട്ടുള്ള ഈ പറയുന്ന പലിശക്കാര്, അങ്ങനെയൊക്കെ ഉള്ളവരുടെ കയ്യിൽ നിന്നായിരിക്കും ഇവർ ലോൺ എടുക്കുന്നത്. ഇറ്റ് വിൽ അഗെയിൻ അഫക്ട് ദം. ഓക്കെ, സോ ക്രെഡിറ്റ് അവൈലബിലിറ്റി ഈസ് എ പ്രോബ്ലം. ആൻഡ് ദർ ആർ പീപ്പിൾ ഹു ഡോണ്ട് ഹാവ് എ ലാൻഡ്. അവർ വേറെ ആൾക്കാരുടെ പറമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഡെയിലി വേജസിനായിരിക്കും ജോലി എടുക്കുന്നത്. ദർ ഓൾസോ ദിസ് ഇനിക്വാലിറ്റി എക്സിസ്റ്റ്. ഈ പറയുന്ന ആർട്ടിക്കിളിലുള്ള അവർ ചെയ്തിരിക്കുന്ന സർവേ പ്രകാരം മോസ്റ്റ്ലി വുമന്റെ സാലറി അല്ലെങ്കിൽ ഈ പറയുന്ന വുമന്റെ വേജസ് കുറവായിരിക്കും. ആൻഡ് ദർ ആർ പ്ലേസസ് ആ ഒരു വേജ് മെന്നിന്റെ വേജിനെ 50%-നേക്കാളിലും കുറവാണ്. മെന്നിന് 100 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ 50 രൂപ പോലും കിട്ടാത്ത വുമൺ ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഉണ്ട്. സോ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ്. സോ ദീസ് ഓൾ ആർ ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വുമൺ. ഓക്കെ, സോ യു കീപ് ഇറ്റ് ഇൻ മൈൻഡ്. നെക്സ്റ്റ് ഞാനൊരു പിക്ചർ വെച്ചിട്ടുണ്ട്, ഗാന്ധിജി ആൻഡ് ദ അതർ ഫോളോവേഴ്സ്. ഇതെന്താണ്, ഏത് മറ്റേ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റ് ആണ് അല്ലെങ്കിൽ മൂവ്മെന്റ് ആണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? യെസ്, യു ഗസ്ഡ് കറക്റ്റ്ലി, ഇറ്റ് ഈസ് ദണ്ഡി മാർച്ച്. ദണ്ഡി മാർച്ചാണ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പിക്ചർ കൊടുക്കാനുള്ള കാരണം? ഇന്നത്തെ ഡേറ്റ് എന്താ? 12th മാർച്ച്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 12th മാർച്ച് 1930 ആക്ച്വലി ദിസ് സാൾട്ട് മാർച്ച് അല്ലെങ്കിൽ ദണ്ഡി മാർച്ച് ബിഗിൻ ചെയ്തത്. സോ ലെറ്റ് സീ വാട്ട് ഇറ്റ് ഈസ്. സാൾട്ട് മാർച്ച്. ഗാന്ധി ആൻഡ് ഹിസ് 78 സപ്പോർട്ടേഴ്സ്. എവിടം മുതൽ എവിടം വരെയാ? അഹമ്മദാബാദ് ടു ദണ്ഡി കോസ്റ്റ്. മാർച്ച് 12, 1930 സ്റ്റാർട്ട് ചെയ്ത് ആൻഡ് റീച്ച്ഡ് ഓൺ April 5, 1930. ഓക്കെ, അഹമ്മദാബാദ് ടു ദണ്ഡി കോസ്റ്റ്. ആൻഡ് വൈ ദേ ഡിഡ് ഇറ്റ്? അന്നൊരു സാൾട്ട് ടാക്സ് ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് സോൾട്ട് ടാക്സ്. ആൻഡ് സോൾട്ട് ഈസ് ദ ഓൺലി തിങ് വേർ ദ ബ്രിട്ടീഷ് ക്യാൻ ടാക്സ് ദ റിച്ച് ആൻഡ് ദ പൂർ അലൈക്ക്. കാശുകാരനാണെങ്കിലും കാശില്ലാത്തവനാണെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ സാൾട്ട് വേണ്ടേ? ആ ഒരൊറ്റ സാധനത്തിൽ സാൾട്ട് ചെയ്ത് ആ സാൾട്ടിനകത്ത് ടാക്സ് ഇടുന്നതിലൂടെ ബ്രിട്ടീഷുകാർ പണക്കാരെയും പാവപ്പെട്ടവനെയും ഒരേപോലെ തന്നെ ടാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിനെ ഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതീകാത്മകമായിട്ട് ഈ ദണ്ഡി മാർച്ചിന്റെ അവിടെ ചെന്നിട്ട് ഒരു കൈക്കുമ്പിളിൽ ഇത് സാൾട്ട് എടുത്തിട്ട് ഗാന്ധി ഡിഡ് ദിസ്. ഓക്കെ, ആൻഡ് ഹൗ ദിസ് ഹാപ്പൺ, ഇതിന്റെ ഒരു ഇവോൾവ് എങ്ങനെയായിരുന്നു?
Lahore session 1929 Jawaharlal Nehru was the president and he said for Purna Swaraj. Purna Swarajinu വേണ്ടിയിട്ട് വാദിച്ചു അല്ലെങ്കിൽ പൂർണ്ണ സ്വരാജ് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് തുടങ്ങാനുള്ള കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി അതിന്റെ പവറും ഗാന്ധിജി ഏൽപ്പിച്ചു. അറ്റ് ദാറ്റ് ടൈം ഗാന്ധിസ് 11 ഡിമാൻഡ്സ്, ഗാന്ധി മെയ്ഡ് 11 ഡിമാൻഡ്സ് ടു ദ ദെൻ വൈസ്രോയ് ഇർവിൻ. ഇർവിന് വേണ്ടിയിട്ട് 11 ഡിമാൻഡ്സ് റൈസ് ചെയ്തു. ആ ഡിമാൻഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യണം. വേണമെങ്കിൽ പ്രിലിംസിന് ചോദിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ലോർഡ് ഇർവിൻ ഡിനൈ ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ദേ സ്റ്റാർട്ടഡ് ദി സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ബൈ സ്റ്റാർട്ടിങ് ദണ്ഡി മാർച്ച് ആൻഡ് സാൾട്ട് മാർച്ച്. ഈ ഒരു ബ്രിട്ടീഷ് സാൾട്ടിനെ ഡിഫൈ ചെയ്തുകൊണ്ടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ യു ഷുഡ് ബി നോയിങ് ഇതൊക്കെ ആര് എവിടെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം. ഇവിടെ തമിഴ്നാട്ടിൽ ചെയ്തിരിക്കുന്ന ആരായിരുന്നു? രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് തമിഴ്നാട്ടിൽ സാൾട്ട് മാർച്ചും സാൾട്ട് ലോ ബ്രേക്ക് ചെയ്തതും ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ആരായിരുന്നു? കെ കേളപ്പൻ. അങ്ങനെ പല സ്ഥലങ്ങളിലും ആരൊക്കെയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നോക്കി വെക്കണം. ദർശന മില്ലിലേക്ക് സത്യാഗ്രഹം നയിച്ച ആരായിരുന്നു? ദാറ്റ് ഈസ് സരോജിനി നായിഡു. ഓക്കെ, സോ നോ ദീസ് തിങ്സ്. 2019 ഒരു പ്രിലിംസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ലെറ്റ്സ് ട്രൈ ടു ഡു ദാറ്റ്. വിത്ത് റെഫറൻസ് ടു ദ ബ്രിട്ടീഷ് കൊളോണിയൽ റൂൾ ഇൻ ഇന്ത്യ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. മഹാത്മാ ഗാന്ധി വാസ് ഇൻസ്ട്രുമെന്റൽ ഇൻ ദ അബോളിഷൻ ഓഫ് സിസ്റ്റം ഓഫ് ഇൻഡെഞ്ചേർഡ് ലേബർ. സൗത്ത് ആഫ്രിക്കയിൽ അവിടെ ഉണ്ടായിരുന്നവർക്ക് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഇൻഡെഞ്ചേർഡ് ലേബർ. അതിന്റെ അബോളിഷന് വേണ്ടിയിട്ട് ഇൻസ്ട്രുമെന്റൽ ആയിട്ടൊരു പ്ലേ ആക്ച്വലി മഹാത്മാഗാന്ധി ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഷുഡ് ബി നോയിങ് ദാറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. In Lord Chelmsford's War Conference, Mahatma Gandhi did not support the resolution on recruiting Indians for World War. വേൾഡ് വാർ 1-ലാണെങ്കിലും 2-ലാണെങ്കിലും ഗാന്ധി വാസ് ഇൻ സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷേഴ്സ്. മോസ്റ്റ്ലി ഇറ്റ്സ് ബിക്കോസ് നമ്മൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വി വിൽ ബി ഗെറ്റിംഗ് റിഫോംസ് ഇൻ റിട്ടേൺ എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സെക്കൻഡ് വേൾഡ് വാറിൽ ഇൻഡിപെൻഡൻസ് കിട്ടും, ഫസ്റ്റ് വേൾഡ് വാറിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് കിട്ടാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അലോങ് വിത്ത് ദാറ്റ് ഹി കൺസിഡർഡ് ഇറ്റ് ആസ് ഹിസ് ഡ്യൂട്ടി ടു സപ്പോർട്ട് ദിസ് ബ്രിട്ടീഷേഴ്സ്. ഓക്കെ, സോ രണ്ട് വാറിന്റെ സമയത്തും ഗാന്ധി വാസ് ഇൻ സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷേഴ്സ്. അങ്ങനെ വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഹി വോണ്ട് ബി, അതായത് ഹി ഡിഡ് നോട്ട് സപ്പോർട്ട് ദ റെസൊല്യൂഷൻ ഓൺ റിക്രൂട്ടിംഗ് ഇന്ത്യൻസ് ഫോർ വേൾഡ് വാർ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, കോൺസിക്വന്റ് അപ്പോൺ ദ ബ്രേക്കിംഗ് ഓഫ് സാൾട്ട് ലോ ബൈ ഇന്ത്യൻ പീപ്പിൾ, ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഡിക്ലെയർഡ് ഇല്ലീഗൽ ബൈ ദ കൊളോണിയൽ റൂൾസ്. ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. സോ ദ ആൻസർ കംസ് ടു ബി. So that's all for today. Let's meet tomorrow. Thank you.